ഹലോ എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലോട് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ്. ആക്ച്വലി ഇത് വലിയൊരു ചാപ്റ്ററാണ്. ഇത് +2 വരുന്ന വലിയൊരു ചാപ്റ്ററാണ്. നമ്മൾ ഓരോ പാർട്ടായിട്ട് നമ്മൾ ഓരോ ടോപ്പിക്സ് കവർ ചെയ്യുന്നതായിരിക്കും. അറ്റ് ദ എൻഡ് നമ്മൾ ഈ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമ്മൾ മാക്സിമം ഈസി മെത്തേഡ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഞാൻ ആദ്യം എടുക്കുന്നത് ന്യൂക്ലിക് ആസിഡ്സ് ആണ്. ഓക്കെ, ന്യൂക്ലിക് ആസിഡ്സിന് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് പെൻറ്റോസ് ഷുഗർ, 2 നൈട്രജൻ ബേസ്, 3 ഫോസ്ഫോറിക് ആസിഡ്. നമുക്ക് ആദ്യം പെൻറ്റോസ് ഷുഗർ എടുക്കാം. ഓക്കെ, പെൻറ്റോസ് ഷുഗർ എന്ന് പറയുന്നത് 5 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ടാണ്. നിങ്ങൾ പെൻറ്റോസ് എന്ന് പറഞ്ഞാൽ 5 എന്നാണ് അർത്ഥം. ഓക്കെ, ഈ പെൻറ്റോസ് ഷുഗർ 2 തരത്തിലുണ്ട്. ഒന്ന് റൈബോസ് ഷുഗറാണ്, എന്താണ് ഡിയോക്സി റൈബോസ് ഷുഗറാണ്. ഇനി നമുക്ക് റൈബോസ് ഷുഗറും ഡിയോക്സി റൈബോസ് ഷുഗറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഞാനിവിടെ രണ്ടിൻ്റെയും സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് റൈബോസ് ഷുഗറാണ്, ഇത് ഡിയോക്സി റൈബോസ് ഷുഗറാണ്. രണ്ടിൽ നമുക്ക് എത്ര കാർബൺ കാണാം? 5 കാർബൺ കാണാം. ശരിയല്ലേ? 5 കാർബൺ കാണാം. ദെൻ ഫസ്റ്റ് കാർബൺ എന്താണ്? അതുപോലെ ഈ ഫസ്റ്റ് കാർബൺ, 2 കോമ്പൗണ്ടിലെയും ഫസ്റ്റ് കാർബൺ, ഇത് ഫസ്റ്റ് കാർബൺ ആണ്, സെക്കൻഡ് കാർബൺ ആണ്, തേർഡ് കാർബൺ ആണ്, ഫോർത്ത് കാർബൺ ആണ്, ഫിഫ്ത്ത് കാർബൺ ആണ്. ഫസ്റ്റ് കാർബൺ നൈട്രജൻ ബേസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഫിഫ്ത്ത് കാർബൺ ഇവിടെ ഫോസ്ഫോറിക് ആസിഡുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, 2 കേസിലും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വ്യത്യാസം നോക്കാം. റൈബോസ് ഷുഗർ നമുക്ക് കാണാൻ കഴിയുക RNA-യിലാണ്, റൈബോ ന്യൂക്ലിക് ആസിഡ്സിലാണ്. എന്നാൽ ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന ഷുഗർ നമുക്ക് കാണാൻ കഴിയുക DNA-യിലാണ്, അതായത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. 2 തരത്തിലുള്ള ന്യൂക്ലിക് ആസിഡ്സ് ആണ്. അതുപോലെ നിങ്ങൾ സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ HOH ആണ്, എന്നാൽ ഇവിടെയോ സെക്കൻഡ് പൊസിഷനിൽ HH ആണ്. ഡിയോക്സി റൈബോസിൽ HH ആണ്, ഇവിടെ എന്താണ് HOH ആണ്. അതാണ് അടുത്ത ഒരു വ്യത്യാസം എന്ന് പറയാൻ. ഓക്കെ, സോ നിങ്ങൾ ബേസിക് ആയിട്ട് എത്ര മനസ്സിലാക്കിയാൽ മതി. പെൻറ്റോസ് ഷുഗർ 2 തരത്തിലാണ്, റൈബോസ് ഷുഗർ, ഡിയോക്സി റൈബോസ് ഷുഗർ. റൈബോസ് ഷുഗർ RNA-യിലാണ് കാണുന്നത്, ഡിയോക്സി റൈബോസ് ഷുഗർ DNA-യിലാണ് കാണുന്നത്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നൈട്രജൻ ബേസ് എടുക്കാം. നൈട്രജൻ ബേസ് 2 തരത്തിലാണുള്ളത്. ഒന്ന് പ്യൂരിൻസ് ആണ്, 2 പിരിമിഡിൻസ് ആണ്. ഓക്കെ, പ്യൂരിൻസിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് അഡിനിൻ ആൻഡ് ഗ്വാനൈൻ. നമുക്ക് AG എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. എന്നാൽ പിരിമിഡിൻസിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് സൈറ്റോസിൻ, തയമിൻ ആൻഡ് യുറാസിൽ. ഏതൊക്കെയാണ്? സൈറ്റോസിൻ, തയമിൻ ആൻഡ് യുറാസിൽ, അല്ലെങ്കിൽ നമുക്ക് CTU എന്ന് വായിക്കാം. നമ്മൾ DNA എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന പിരമിഡിന് സൈറ്റോസിൻ ആൻഡ് തയമിൻ ആയിരിക്കും. എന്നാൽ RNA-യിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് സൈറ്റോസിൻ ആൻഡ് യുറാസിൽ. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ DNA-യിൽ നമുക്ക് എന്ത് കാണാൻ കഴിയില്ല? യുറാസിൽ കാണാൻ കഴിയില്ല. യുറാസിൽ നമുക്ക് കാണാൻ കഴിയുക എവിടെ മാത്രമേ ഉള്ളൂ? RNA-യിൽ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ദെൻ RNA എടുത്ത് നമുക്ക് തയമിൻ കാണാൻ കഴിയില്ല. എന്ത് മാത്രമേ കാണാൻ കഴിയുള്ളൂ? യുറാസിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇത്ര ഓർത്താൽ മതി. DNA-യിൽ തയമിൻ ആയിരിക്കും, എന്നാൽ RNA-യിൽ എന്തായിരിക്കും? യുറാസിലായിരിക്കും. സൈറ്റോസിൻ 2 നമുക്ക് കോമൺ ആയിട്ട് കാണാൻ കഴിയും. ഓക്കെ, നമുക്ക് അടുത്ത കുറച്ച് വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. അതായത് പ്യൂരിൻസും പിരിമിഡിൻസും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടും എന്താണ്? 2 ടൈപ്പ് ഓഫ് നൈട്രജൻ ബേസസുകളാണ്. ഓക്കെ, പ്യൂരിൻസ് എന്ന് പറയുന്നത് ഡൈസൈക്ലിക് ആണ്, എന്നാൽ പിരിമിഡിൻസ് എന്ന് പറയുന്നത് എന്താണ്? മോണോസൈക്ലിക് ആണ്. അതുപോലെ നമുക്ക് പ്യൂരിൻസിൽ നമുക്ക് 4 നൈട്രജൻ ആറ്റംസ് കാണാം. അതായത് ഫസ്റ്റ് പൊസിഷനിലും, തേർഡ് പൊസിഷനിലും, 7th പൊസിഷനിലും ആൻഡ് 9th പൊസിഷൻ. ഈ 4 പൊസിഷനിൽ നമുക്ക് എന്ത് കാണാം? നൈട്രജൻ ആറ്റംസ് കാണാം. എന്നാൽ പിരിമിഡിൻസിൽ വരുമ്പോഴും നമുക്ക് 2 നൈട്രജൻ ആറ്റംസ് ആണ് കാണാൻ കഴിയുക. അത് എവിടെയൊക്കെയാണ്? ഫസ്റ്റ് ആൻഡ് തേർഡ് പൊസിഷൻ. മനസ്സിലായോ? ഇനി അടുത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത് പെൻറ്റോസ് ഷുഗറിലുള്ള ഫസ്റ്റ് കാർബൺ പ്യൂരിൻ്റെ 9th പൊസിഷനുമായിട്ട് കമ്പൈൻ ചെയ്യും. അതായത് ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ പെൻറ്റോസ് ഷുഗറും അതുപോലെ നൈട്രജൻ ബേസും തമ്മിലുള്ള പെൻറ്റോസ് ഷുഗറിനും നൈട്രജൻ ബേസിനും ഇടയ്ക്കുള്ള ഒരു ബോണ്ടാണ് എന്ത്? N ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. ഓക്കെ,
ഈ പെൻഡോസ് ഷുഗറും നമ്മൾ എടുക്കുന്നത് പ്യൂരിൻ ആണെങ്കിൽ പെൻഡോസ് ഷുഗർ പ്യൂരിൻ്റെ 9th പൊസിഷനുമായിട്ട് അറ്റാച്ച് ചെയ്യും. എന്നാൽ നമ്മൾ എടുക്കുന്നത് പിരമിഡിൻ ആണെങ്കിലോ ഈ പെൻഡോസ് ഷുഗർ പിരിമിഡിനിൻ്റെ 1st പൊസിഷനുമായിട്ടായിരിക്കും അറ്റാച്ച് ചെയ്യുക. പ്യൂരിൻ ആണെങ്കിൽ 9th പൊസിഷൻ, പിരിമിഡിൻ ആണെങ്കിൽ 1st പൊസിഷൻ. ഇതുകൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതായത് അഡിനിൻ ആൻഡ് ഗ്വാനിൻ പ്യൂരിൻ എക്സാമ്പിൾ ആണ്, സൈറ്റോസിൻ തൈമിൻ യുറാസിൽ പിരിമിഡിൻ എക്സാമ്പിൾ ആണ്. DNA നമുക്ക് കാണാൻ കഴിയുക തയമിനും സൈറ്റോസിനുമാണ്. എന്നാൽ RNA നമുക്ക് കാണാൻ കഴിയുക സൈറ്റോസിനും യുറാസിലുമാണ്. ഇതാണ് നിങ്ങൾ എന്തായാലും നിർബന്ധമായും പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ബാക്കിയുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് എസ്പെഷ്യലി എൻട്രൻസ് എക്സാംസിനൊക്കെ ആയിരിക്കും ഉപകാരപ്പെടുക. ഓക്കെ, ഇനി നമുക്ക് ഫോസ്ഫോറിക് ആസിഡിലോട്ട് വരാം. മൂന്നാമത്തെ കമ്പോണൻ്റ് ആണ്. ഫോസ്ഫോറിക് ആസിഡിൻ്റെ സ്ട്രക്ചറാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കാം. ഓക്കെ, അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ പെൻഡോസ് ഷുഗർ, അതായത് അറ്റ് 5th കാർബൺ ഓഫ് പെൻഡോസ് ഷുഗർ, പെൻഡോസ് ഷുഗറിൻ്റെ 5ാമത്തെ കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമുക്ക് ആരെ കാണാൻ കഴിയുക, ഫോസ്ഫോറിക് ആസിഡിനെ കാണാൻ കഴിയുക. മനസ്സിലായി? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇതൊരു പെൻഡോസ് ഷുഗർ ആണ്. ഈ പെൻഡോസ് ഷുഗറിൻ്റെ ഫസ്റ്റ് കാർബണ് നൈട്രജൻ ബേസുമായിട്ട് അറ്റാച്ച് ചെയ്യും. എന്നാൽ 5ാമത്തെ കാർബൺ ആരുമായിട്ട് അറ്റാച്ച് ചെയ്യും, ഫോസ്ഫോറിക് ആസിഡുമായിട്ട് അറ്റാച്ച് ചെയ്യും. മനസ്സിലായോ? ഇനി നമുക്ക് ന്യൂക്ലിയോടൈഡിനെ കുറിച്ചും അതുപോലെ ന്യൂക്ലിയോസൈഡിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ന്യൂക്ലിയോടൈഡ് എന്താണ്? ന്യൂക്ലിയോടൈഡിൽ നമുക്ക് 3 കമ്പണൻസ് കാണാൻ കഴിയും. പെൻഡോസ് ഷുഗർ, നൈട്രജൻ ബേസ്, ഫോസ്ഫോറിക് ആസിഡ്. നമ്മൾ ന്യൂക്ലിക് ആസിഡ് പറഞ്ഞതുപോലെ തന്നെ ആക്ച്വലി ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് കൂടിയ ഒരു കോമ്പൗണ്ടാണ് എന്ത്, ന്യൂക്ലിക് ആസിഡ്സ്. ന്യൂക്ലിക് ആസിഡ്സ് ഫോം ചെയ്തിട്ടുള്ളത് ന്യൂക്ലിയോടൈഡ് കൂടി ചേർന്നിട്ടാണ്. ഓക്കെ, ഈ ന്യൂക്ലിയോടൈഡ് ബേസിക്കലി നിർമ്മിച്ചിരിക്കുന്ന 3 കാര്യങ്ങൾ കൊണ്ടാണ്, 3 കമ്പണൻസ് കൊണ്ടാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 പെൻഡോസ് ഷുഗർ, 2 നൈട്രജൻ ബേസ്, 3 ഫോസ്ഫോറിക് ആസിഡ്. മനസ്സിലായോ? പെൻഡോസ് ഷുഗർ, നൈട്രജൻ ബേസ്, 3ാമത്തെ എന്താണ്, ഫോസ്ഫോറിക് ആസിഡ്. ഞാൻ അതിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പെൻഡോസ് ഷുഗറാണ്. പെൻഡോസ് ഷുഗർ എന്ന് പറഞ്ഞാൽ 5 കാർബൺ. ഇത് 1ാമത്തെ കാർബണ്, ഇത് 2ാമത്തെ കാർബൺ, ഇത് 3ാമത്തെ കാർബൺ, ഇത് 4ാമത്തെ കാർബൺ, ഇത് 5ാമത്തെ കാർബൺ. ഓക്കെ, 5 കാർബൺസ്. അതിലെ ഫസ്റ്റ് കാർബൺ ആരുമായിട്ട് അറ്റാച്ച് ചെയ്തു, നൈട്രജൻ ബേസുമായിട്ട് അറ്റാച്ച് ചെയ്തു. ഏത് ബോണ്ട് ഉപയോഗിച്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ള, ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെൻഡോസ് ഷുഗർ നൈട്രജൻ ബേസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഏത് ബോണ്ട് ഉപയോഗിച്ചാൽ, ഗ്ലൈക്കോസൈഡിക് ബോണ്ടാണ്. ഓക്കെ, സ്പെഷ്യലി ബോർഡ് എക്സാമിനും അതുപോലെ എൻട്രൻസ് എക്സാമിനും സിമ്പിളുമാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതുപോലെ ഇവിടെ നിങ്ങൾ നോക്കൂ, CH2OH എന്ന് പറയുന്നത് ഈ പെൻഡോസ് ഷുഗറിൻ്റെ ഭാഗമാണ്. ബാക്കിയുള്ള ഈ സ്ട്രക്ചർ, അതായത് ഇതെന്താണ്, ഫോസ്ഫോറിക് ആസിഡിൻ്റെ സ്ട്രക്ചറാണ്. ഈ ഫോസ്ഫോറിക് ആസിഡിലെ Hഉം CH2OHലെ OHഉം കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഫോം ചെയ്യും. ഈ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പുറത്തോട്ട് പോകും. അതുവഴി ഫോം ചെയ്യുന്ന ബോണ്ടാണ് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. ഈ ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് നമുക്ക് എവിടെ കാണാൻ കഴിയുക, പെൻഡോസ് ഷുഗറിനും ഫോസ്ഫോറിക് ആസിഡിനും ഇടയിലായി കാണുന്ന ബോണ്ടാണ് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. പെൻഡോസ് ഷുഗറിനും നൈട്രജൻ ബേസിനും ഇടയിലായിട്ട് കാണുന്ന ബോണ്ടാണ് ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. ഇവിടെ പെൻഡോസ് ഷുഗറിൻ്റെ ഫസ്റ്റ് കാർബണാണ് നൈട്രജൻ ബേസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. എന്നാൽ പെൻഡോസ് ഷുഗറിൻ്റെ 5ാമത്തെ കാർബൺ, 5th കാർബൺ ആണ് ഫോസ്ഫോറിക് ആസിഡുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ 3 കമ്പോണൻസ് ആണ്, പെൻഡോസ് ഷുഗർ, നൈട്രജൻ ബേസ്, ഫോസ്ഫോറിക് ആസിഡ്. ഇനി നമുക്ക് ന്യൂക്ലിയോസൈഡിലോട്ട് വരാം. ന്യൂക്ലിയോസൈഡ് എന്ന് പറയുമ്പോൾ 2 കോമ്പണൻസ് ആണ് ഉള്ളത്. 1 പെൻഡോസ് ഷുഗറും 2 നൈട്രജൻ ബേസുമാണ്. അപ്പോൾ ഇവിടെ ഇല്ലാത്ത കമ്പോണൻ്റ് ഏതാണ്, ഫോസ്ഫോറിക് ആസിഡ്. ഈ ഫോസ്ഫോറിക് ആസിഡ് നമുക്ക് എവിടെ കാണാൻ കഴിയില്ല, ന്യൂക്ലിയോസൈഡിൽ കാണാൻ കഴിയില്ല. അതാണ് ന്യൂക്ലിയോടൈഡും ന്യൂക്ലിയോസൈഡും തമ്മിലുള്ള വ്യത്യാസം. ന്യൂക്ലിയോടൈഡ് 3 കോമ്പണൻസ് ആണ്, എന്നാൽ ന്യൂക്ലിയോസൈഡ് 2 കോമ്പണൻസ് ആണ്. ഓക്കെ, ഇനി ഞാൻ DNA എടുക്കുകയാണ്. നമുക്ക് DNA എടുക്കാം.
DNA ഞാനിവിടെ ഡി എന്ന് കാണിച്ചിട്ടില്ലേ, ഇതിൽ ഡി എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ഷുഗറുമാണ്, എ എന്ന് പറയുന്ന അഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസാണ്. നമുക്കറിയാം DNA കാണുന്ന ഷുഗർ ഡിയോക്സി റൈബോ ഷുഗറാണ്, RNA കാണുന്ന ഷുഗർ റൈബോ ഷുഗറാണ്. ഓക്കെ, സോ നമ്മൾ DNA ആണ് എടുത്തിട്ടുള്ളത്. ഈ DNA ഒരു അഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഈ സ്ട്രക്ചറിന്, അതായത് ഇവിടെ നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്, ഷുഗറും പെൻറ്റോസ് ഷുഗറും നൈട്രജൻ ബേസും, ഈ രണ്ട് കോമ്പണൻസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായിരിക്കും, ഒരു ന്യൂക്ലിയോസൈഡ് ആയിരിക്കും. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ന്യൂക്ലിയോസൈഡ് ആണെന്ന്. ഈ ന്യൂക്ലിയോസൈഡിൻ്റെ പേരാണ് ഡിയോക്സി അഡിനോസിൻ. എന്താണ്? ഡിയോക്സി അഡിനോസിൻ. ഇനി ഞാൻ ഒരു ന്യൂക്ലിയോടൈഡ് എടുക്കാം. ന്യൂക്ലിയോടൈഡാണ് എടുക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് 3 കാര്യങ്ങൾ കാണാം. ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന പെൻറ്റോസ് ഷുഗർ കാണാം, അഡിനൈൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് കാണാം, ഫോസ്ഫോറിക് ആസിഡിലെ ഫോസ്ഫോറിക് ആസിഡ് കാണാം. 3 കമ്പണൻസ് കൂടിയാൽ എന്താണ്? അതൊരു ന്യൂക്ലിയോടൈഡാണ്. ശരിയല്ലേ? ന്യൂക്ലിയോടൈഡാണ്. ഈ ന്യൂക്ലിയോടൈഡിൻ്റെ പേരാണ് ഡിയോക്സി അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്. സോ നമ്മൾ ഈ പാർട്ടിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ന്യൂക്ലിയോസൈഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, DNA കുറിച്ച് ഡിസ്കസ് ചെയ്തു, RNA കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ എല്ലാ പോയിന്റ്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ട്, ഈ 3 ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും, നിങ്ങളിത് മുഴുവനായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇത്രയും പഠിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, എല്ലാവരും ഫോളോ ചെയ്യുക, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. എസ്പെഷ്യലി +2 ഗോയിങ് സ്റ്റുഡൻസ് ഫോളോ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.